بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. عن أبي الدرداء رضي الله عنه قال رسول الله صلى الله عليه وسلم: إن العلماء ورثة الأنبياء وإن الأنبياء لم يورثوا دينارا ولا درهما وإنما ورثوا العلم فمن أخذه أخذ بحظ وافر. മുസ്തഫ പറഞ്ഞു, തീർച്ചയായും പണ്ഡിതന്മാർ, വിജ്ഞാനികൾ പ്രവാചകന്മാരുടെ അനന്തരഗാമികളാണ്. പ്രവാചകന്മാർ സ്വർണവും വെള്ളിയുമല്ല അനന്തരമെടുത്തത്, അവർ വിജ്ഞാനത്തെയാണ് അനന്തരമെടുത്തത്. ആര് ഇൽമ് അഥവാ വിജ്ഞാനം കരസ്ഥമാക്കുന്നുവോ അവൻ വലിയ സൗഭാഗ്യമാണ് കരസ്ഥമാക്കുന്നത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു പറഞ്ഞു, ഫദലുൽ ആലിമി അലൽ ആബിദി കഫദലി അല അദ്നാക്കും. ഭക്തിയോടുകൂടി ജീവിക്കുന്ന ഒരു അടിമയേക്കാൾ ഒരു പണ്ഡിതൻ്റെ ശ്രേഷ്ഠത നിങ്ങളിൽ എനിക്കുള്ള ശ്രേഷ്ഠത പോലെയാണ്. പണ്ഡിതന്മാരെക്കുറിച്ചും അതേപോലെ തന്നെ വിജ്ഞാനത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഖുർആനിലാണെങ്കിൽ ഒരുപാട് ആയത്തുകൾ. അതിൻ്റെയൊക്കെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്, അതിൻ്റെയൊക്കെ മഹത്വം എത്രത്തോളം ഉണ്ടെന്ന് വിളിച്ചു പോകുന്നതാണ് ഹദീസുകളൊക്കെ. ഇപ്പോൾ വേറൊരു ഹദീസിൽ നബി പറയുന്നുണ്ട്, ഇന്നല്ലാഹ മലായികത്തുഹു വഹലുസ് സമാവാതി വഹലുൽ അർളി ഹത്തൻ നംല ഫീ ജുഹരിഹ വഹത്തൽ ഹൂത ഫിൽ മാഇ ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസ് അൽ ഖൈർ. തീർച്ചയായും അള്ളാഹുവും മലക്കുകളും ആകാശഭൂമികളിലുള്ള ജീവജാലങ്ങളും മാളങ്ങളിൽ വസിക്കുന്ന ഉറുമ്പുകളും അതുപോലെ നദിയിലുള്ള വെള്ളത്തിലുള്ള മത്സ്യങ്ങളും ഒക്കെ ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്ന ആലിമിന് അല്ലെങ്കിൽ അധ്യാപകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു അവരെ അനുഗ്രഹിക്കുന്നു. തിരുമേനി ലോകം കണ്ട ഏറ്റവും മികച്ച പണ്ഡിതനും അധ്യാപകനുമായിരുന്നു. സൂറത്തുൽ ജുമുഅ 2-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് നബിയെക്കുറിച്ച്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. നിരക്ഷരരായ ഒരു ജനതയിൽ നിന്ന് തന്നെ ദൈവദൂതനെ നിയോഗിച്ചത് അള്ളാഹുവാണ്. ആ ദൈവദൂതൻ, പ്രവാചകൻ, അദ്ദേഹം അവർക്ക് അവൻ്റെ ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ സൂക്തങ്ങൾ ഓതിക്കൊടുക്കുന്നു, അവരുടെ ജീവിതത്തെ സംസ്കരിക്കുന്നു, അവർക്ക് വേദവും തത്വജ്ഞാനവും പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ ജനത അതിനു മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു. നമുക്കറിയാമല്ലോ, ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഏറ്റവും മികച്ച കഴിവുള്ളവരായി മാറി പിന്നീട് ആ അറേബ്യൻ ജനത. എത്രയെത്ര ശാസ്ത്രജ്ഞന്മാരാണ് ആ സമൂഹത്തിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ളത്. ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാക്കന്മാരായിരുന്നു മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ. വൈദ്യശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും ഗോളശാസ്ത്രത്തിലും അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങി എല്ലാ ശാസ്ത്രീയ രംഗങ്ങളിലും മികവുറ്റവരായിട്ട് മാറി അവർ. അവരുടെ ഗവേഷണ ഗ്രന്ഥങ്ങളാണ് ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ അടിത്തറ തന്നെ. ഇതൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് നാം ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. ഇസ്ലാം വിജ്ഞാനത്തിനും അതുപോലെ തന്നെ പണ്ഡിതന്മാർക്കും നൽകിയ പ്രോത്സാഹനത്തിൻ്റെയും പ്രാധാന്യത്തിൻ്റെയും ഫലമായിരുന്നു അതൊക്കെ. അധ്യാപക സമൂഹത്തിന് ഇസ്ലാമിൽ വലിയ സ്ഥാനവും ആദരവും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്.
സൂറത്തുൽ മുജാദല 11-ാമത്തെ ആയത്തിൽ പറയുന്നു, യർഫഇല്ലാഹു ലദീന ആമനു മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്. വിജ്ഞാനം കരസ്ഥമാക്കിയവരും വിശ്വാസികളുമായ ആളുകൾക്ക് അവരുടെ പദവികൾ അല്ലാഹു തആല ഉയർത്തി കൊടുക്കുന്നതാണ്. സൂറത്ത് സുമർ 9-ാമത്തെ ആയത്തിൽ പറയുന്നു, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അവരോട് ചോദിക്കുക, അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാകുമോ? അഥവാ തൻ്റെ സൃഷ്ടാവിനെ നന്നായി മനസ്സിലാക്കി അവൻ്റെ ജീവിത വ്യവസ്ഥ അനുസരിച്ച് ജീവിക്കുകയും തനിക്ക് ലഭിച്ച വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്യുന്ന ഒരാൾ ഇതൊന്നും ചെയ്യാത്ത അല്ലെങ്കിൽ ഇതൊന്നും അറിയാത്ത ഒരുത്തനെ പോലെ ആകുമോ എന്നാണ് ചോദിക്കുന്നത്. ഒരിക്കലുമില്ല. ജനങ്ങളെ വഴിതെറ്റിക്കുന്ന പണ്ഡിതന്മാരും നേതാക്കന്മാരും ഈ സമൂഹത്തിലുണ്ട്. ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സമൂഹത്തിൽ പരത്തിവിടുന്ന അത്തരം പണ്ഡിത വേഷധാരികളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഹദീസിൽ നബി പറഞ്ഞു, ഇന്ന അഖ്വഫു മാ അഖാഫു അല ഉമ്മത്തി മിൻ ബഅദി അൽ അഇമ്മത്തുൽ മുദല്ലീൻ. എനിക്ക് ശേഷം എൻ്റെ സമുദായത്തിൽ ഏറ്റവും കൂടുതലായി ഞാൻ ഭയക്കുന്നത് ജനങ്ങളെ സന്മാർഗത്തിൽ നിന്ന് വഴിവിഴപ്പിക്കുന്ന ഇമാമിങ്ങളെയും നേതൃത്വത്തെയുമാണ്. സൂറത്തുൽ ബഖറ 159-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബി ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. നാം അവതരിപ്പിച്ചിട്ടുള്ള സന്മാർഗ നിർദ്ദേശങ്ങളെയും ദൃഷ്ടാന്തങ്ങളെയും ഖുർആനിലൂടെ സുവ്യക്തമാക്കി വിശദീകരിച്ചിരിക്കെ അവയെ മറച്ചുവെക്കുന്നവരെ അള്ളാഹു ശപിക്കുന്നു എന്ന് മാത്രമല്ല, ശപിക്കുന്നവരൊക്കെയും അവരെ ശപിച്ചുകൊണ്ടിരിക്കും. ഇന്ന് മുസ്ലിം സമുദായത്തിൽ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗം എത്ര ജനങ്ങളെയാണ് വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളൊക്കെ ഇങ്ങനെ പടർത്തിവിട്ടുകൊണ്ട് ഇവരൊക്കെ നാളെ അള്ളാഹിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് വിധേയരാക്കപ്പെടും എന്നൊരു ബോധം അവർക്കില്ലാത്തതുകൊണ്ടായിരിക്കുമോ? വാ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.